യേശുവിൻ്റെ സാക്ഷിയാകണം. എനിക്കായി ക്രൂശിൽ മരിച്ച എൻ്റെ യേശുവിൻ്റെ സാക്ഷിയാകണം. ഒന്നേ എന്നാശ, ഒന്നേ എന്നാശ, എനിക്കാശ വേറെ ഒന്നുമില്ലിനി. എനിക്കായി ജീവൻ വെടിഞ്ഞ എൻ്റെ യേശുവിൻ്റെ വിശുദ്ധയാകണം. എനിക്കായി ജീവൻ വെടിഞ്ഞ എൻ്റെ യേശുവിൻ്റെ വിശുദ്ധയാകണം. ഒന്നേ എന്നാശ, ഒന്നേ എന്നാശ, എനിക്കാശ വേറെ ഒന്നുമില്ലിനി. എനിക്കായി ക്രൂശു വഹിച്ച എൻ്റെ യേശുവിൻ്റെ ശിഷ്യയാകണം. എനിക്കായി ക്രൂശു വഹിച്ച എൻ്റെ യേശുവിൻ്റെ ശിഷ്യയാകണം. ഒന്നേ എന്നാശ, ഒന്നേ എന്നാശ, എനിക്കാശ വേറെ ഒന്നുമില്ലിനി. എനിക്കായി ഉയർത്തു ജീവിക്കും എൻ്റെ യേശുവിൻ്റെ പിൻപേ പോകണം. എനിക്കായി ഉയർത്തു ജീവിക്കും എൻ്റെ യേശുവിൻ്റെ പിൻപേ പോകണം. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. വരുവീൻ, ഈ നല്ല സമയം നിങ്ങൾ വൃഥാവാക്കരുത്. കാരണം നാളത്തെ ദിവസം നമുക്കുള്ളതല്ല, നമുക്കറിയാൻ പാടില്ല. ഇന്ന് ഒരൊറ്റ രാത്രിയിൽ ഇനി എന്തെല്ലാമാണ് സംഭവിക്കാൻ പോകുന്നത് നമുക്കൊന്നും അറിയാൻ പാടില്ല. ഈ ഒരു 12 മണിക്കൂറിനുള്ളിൽ എന്തെല്ലാം സംഭവിക്കാൻ പോകുന്നു. ഇന്ന് ആരോഗ്യത്തോടെ നടന്നു വന്ന മനുഷ്യൻ നാളെ ഈ സമയത്ത് മണ്ണിനടിയിലാകുമോ ആരറിഞ്ഞു. പക്ഷെ ഇത്രയേ ഉള്ളൂ, നാം എല്ലാവരും അത്രയ്ക്കേ ഉള്ളൂ. വളരെ ചെറിയൊരു കാലം, വളരെ ചുരുങ്ങിയൊരു കാലം. അതുകൊണ്ട് എപ്പോഴും മരണത്തെ പേടിച്ചുകൊണ്ടിരിക്കണമെന്നല്ല പറഞ്ഞത്. അല്ല, ഏത് സമയത്തും മരണം വരാം, ഏത് സമയത്തും അത്യാഹിതം വരാം, ഏത് സമയത്തും അപകടം വരാം. ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു പോകാം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, മരണം ദുഃഖകരമാണ്, സംശയമില്ല. മരണം വേദനാകരമാണ്. പിന്നെ ജീവിച്ചിരിക്കുന്നവർക്ക് അത്യന്തം വേദനയാണ്. ഓരോരോ കാര്യങ്ങൾ തിരിഞ്ഞ് ഓർക്കുമ്പോഴെല്ലാം ഇങ്ങനെ വേദന തികട്ടി വരും. ഒരുമിച്ച് നടന്ന കാലങ്ങൾ, ഒരുമിച്ച് സംസാരിച്ചിരുന്ന കാലങ്ങൾ, ഒരുമിച്ച് സംസാരിച്ച വിഷയങ്ങൾ, ഒരുമിച്ച് പ്രാർത്ഥനയ്ക്ക് പോയത്, ഒരുമിച്ച് ദൈവവചനമൊക്കെ വായിച്ചത്, ചിന്തിച്ചത്, ധ്യാനിച്ചത്, ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചത്, ഒരുമിച്ച് സുഖങ്ങളിലും ദുഃഖങ്ങളിലും പങ്കുകൊണ്ടത്, ഒരുമിച്ച് മക്കളുടെ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധ വെച്ചത്. എന്തല്ല, പക്ഷേ ഇന്ന് രണ്ടായിപ്പോയി. ഒരാൾ അക്കരയ്ക്ക് അങ്ങ് പോയി. വേദനയല്ലേ? തീർച്ചയായിട്ടും വേദനയാണ്. ആ വേദന ആർക്കും ശമിപ്പിക്കാൻ കഴിയുകയുമില്ല. വേദന മാറ്റാനും ആർക്കും സാധിക്കും. ഒരാൾക്ക് സാധിക്കും, യേശു ക്രിസ്തുവിന് മാത്രമേ വേദന മാറ്റാൻ സാധിക്കുകയുള്ളൂ. ഈ വേദനിച്ച് മനസ്സ് പൊളയുന്ന വിയോഗത്തിൻ്റെ ദുഃഖം കൊണ്ട്, വിയോഗത്തിൻ്റെ വ്യഥ കൊണ്ട് മനസ്സ് തകർന്നിരിക്കുന്നവർക്ക് ആശ്വാസം കൊടുക്കാൻ നാം പറഞ്ഞാൽ ഒരാശ്വാസം കിട്ടുകയില്ല. യേശു ക്രിസ്തു തന്നെ വരണം ആശ്വാസം തരാൻ. ക്രിസ്തുവാണ് ആശ്വാസം. ക്രിസ്തു ആശ്വാസം തരും, അക്കാര്യം ഉറപ്പാണ്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഇപ്പോഴത്തെ സ്ഥിതിയിൽ നാം കർത്താവിൻ്റെ കയ്യിൽ നാം ഇന്ന് ഉപയോഗശൂന്യമായിരിക്കുകയാണ്. പാത്രം ചീത്തയായി പാത്രം. യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 18-ാം അധ്യായം ആദ്യത്തെ 4 വാക്യങ്ങൾ വായിക്കാം. യഹോവയിങ്കൽ നിന്ന് യിരെമ്യാവിനുണ്ടായ അരുളപ്പാടെന്തെന്നാൽ, നീ എഴുന്നേറ്റ് കുശവൻ്റെ വീട്ടിലേക്ക് ചെല്ലുക. അവിടെ വെച്ച് ഞാൻ നിന്നെ എൻ്റെ വചനങ്ങളെ കേൾപ്പിക്കും. അങ്ങനെ ഞാൻ കുശവൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അവൻ ചക്രത്തിന്മേൽ വേല ചെയ്തുകൊണ്ടിരുന്നു. കുശവൻ കളിമണ്ണുണ്ടാക്കിയ പാത്രം അവൻ്റെ കയ്യിൽ ചീത്തയായി പോയി. കുശവൻ കളിമണ്ണുകൊണ്ടുണ്ടാക്കിയ പാത്രം അവൻ്റെ കയ്യിൽ വെച്ച് തന്നെ ചീത്തയായി പോയി. എന്നാൽ കുശവനതിനെ തനിക്ക് തോന്നിയതുപോലെ മറ്റൊരു പാത്രമാക്കി തീർത്തു. കുശവനത് എറിഞ്ഞു കളഞ്ഞില്ല. ചീത്തയായി പോയല്ലോ, പോട്ടെ, ഇനി വേണ്ട, വെച്ചില്ല. ഇത് ഉപയോഗമില്ലാതെ പോയല്ലോ, വേണ്ട, വെച്ചില്ല. എൻ്റെ പ്ലാൻ അനുസരിച്ച് വന്നില്ലല്ലോ, വേണ്ട, പോട്ടെ, എറിഞ്ഞു കളഞ്ഞില്ല. പക്ഷേ കുശവൻ എന്ത് ചെയ്തു? തനിക്ക് ബോധിച്ചതുപോലെ മറ്റൊരു പാത്രമാക്കി തീർത്തു. സ്തോത്രം. അതാണ് കൃപ, അതാണ് ദൈവത്തിൻ്റെ സ്നേഹം. യേശുക്രിസ്തുവിനെ ബോധിച്ചതുപോലെ മറ്റൊരു പാത്രമാക്കി തന്നെ തീർക്കും.
ഒരുപക്ഷേ നിന്നെക്കുറിച്ച് ഉദ്ദേശിച്ചതായ സ്വർഗീയ പരിപാടി നടന്നില്ല ഇതുവരെ. പക്ഷേ നിന്നെ ദൈവം ഉപയോഗിക്കും, നിന്നെ മറ്റൊരു പാത്രമാക്കി തീർക്കും. അനേകർക്ക് കരുണയും ദൈവസ്നേഹവും പകർന്നു കൊടുക്കുന്നൊരു പാത്രമാക്കി ദൈവം തന്നെ മാറ്റും. അനേകർക്ക് ആശ്വാസം പകരുന്നൊരു പാത്രമാക്കി ദൈവം തന്നെ മാറ്റും. നിൻ്റെ നാവിൽ കൂടി യേശുക്രിസ്തു സംസാരിച്ച് അനേകർക്ക് ആശ്വാസം ലഭിക്കും. നിൻ്റെ ആളത്വത്തിൽ യേശുക്രിസ്തു ഇറങ്ങി നിന്ന് പരിശുദ്ധാത്മാവിൻ്റെ അത്ഭുതകരമായ ആ സ്വാധീന ശക്തി കൊണ്ട് അനേകരെ ക്രിസ്തുവിലേക്ക് ആകർഷിക്കാൻ നിനക്ക് സാധിക്കും. കടന്നു ചെല്ലുമ്പോൾ നല്ലവനും വിശ്വസ്തനായ ദാസനെ എന്നുള്ള വിളി കേൾക്കാൻ നിനക്ക് സാധിക്കും. ഇന്നത്തെ സ്ഥിതിയിൽ പോയാൽ ദുഷ്ടദാസനെ എന്ന് പറഞ്ഞ് നമ്മെ ഭത്സിക്കുന്ന ഒരു ശബ്ദമാണ് കേൾക്കേണ്ടി വരിക. ഇന്നത്തെ സ്ഥിതിയിൽ പാപം വിടാതെ നാം ജീവിച്ചു പോയാൽ, നാം ദൈവത്തെ മറന്ന് ജീവിച്ചു പോയാൽ, നാം പിന്നെയും വഴക്കും പിണക്കവും കലഹവും ശുണ്ഠിയുമായിട്ട് ജീവിച്ചു പോയാൽ, ഇന്നും മർക്കണമുഷ്ടി പിടിക്കുന്നത് മാറ്റാതെ ഇന്നും പാവത്തിന് അടിമപ്പെട്ട് ജീവിച്ചു പോയാൽ സംഭവിക്കാൻ പോകുന്നത് അങ്ങ് ചെല്ലുമ്പോൾ കൊള്ളരുതാത്ത ദാസനെ എന്നുള്ള വിളിയാണ്. കൊള്ളരുതാത്ത ദാസനെ, ദുഷ്ടദാസനെ. കൊള്ളരുതാത്ത ദാസനെന്നും ദുഷ്ടദാസനെന്നാണ് വിളിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ കാണാം, ദുഷ്ടദാസനെ എന്ന് വിളിക്കുന്നു, കൊള്ളരുതാത്ത ദാസനെ എന്ന് വിളിക്കുന്നു. ഇവനെ കയ്യും കാലും കെട്ടി ഏറ്റവും പുറത്തുള്ള ഇടത്തിലേക്ക് തള്ളിക്കളയുമെന്നാണ് പറയുന്നത്. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ഇവൻ്റെ കയ്യും കാലും കെട്ടി ഏറ്റവും പുറത്തുള്ള ഇടത്തിലേക്ക് തള്ളിക്കളയുവേൻ ദൈവത്തിൻ്റെ ദൂതന്മാരോട് ദൈവം കൽപ്പിക്കുകയാണ്. ഇവനെ കയ്യും കാലും കെട്ടി ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലേക്ക് തള്ളിക്കളയുവേൻ. ഏറ്റവും പുറത്തുള്ള ഇരുള്, ദ ഔട്ടർ ഡാർക്ക്നെസ്, ഏറ്റവും പുറത്തുള്ള ഇരുള്, ഭയാനകമായ കൂരിട്ടാകുന്ന ആ അന്ധകാര നിബിഡമായ നരകത്തിൻ്റെ ഭീകരതയിലേക്ക് തള്ളിക്കളയുമെന്നാണ് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇതൊന്നും വെറും വീൺവാക്കുകളല്ല, ഇതെല്ലാം സംഭവിക്കുന്ന കാര്യങ്ങളാണ്, സംഭവിക്കാൻ പോകുന്നേ ഉള്ളൂ. ദൈവത്തിന് സ്തോത്രം. ഇന്ന് നാം ഈ വചനം ഇങ്ങനെ തുടർന്ന് കേൾക്കുന്നതുകൊണ്ട് നമുക്കൊന്നൊരു വിലയില്ല വചനത്തിന്. എന്നും ഇതൊക്കെ തന്നെയല്ലേ കേൾക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഒരു അനുഗ്രഹീതനായ ഒരു പട്ടക്കാരൻ പള്ളിയിൽ ശുശ്രൂഷ കഴിഞ്ഞ് തിരിച്ചു വന്നു, ആരാധന കഴിഞ്ഞ് തിരിച്ചു വന്നു. ഭാര്യ അന്ന് പള്ളിയിൽ പോയില്ലായിരുന്നു. ഇന്ന് പ്രസംഗിച്ച പ്രസംഗകൻ എന്താ പറഞ്ഞത്? അപ്പോൾ അച്ഛൻ പറഞ്ഞു, ഇന്ന് പ്രസംഗിച്ച പ്രസംഗകൻ അദ്ദേഹം ഒരു പുതിയ ഒരു സുവിശേഷകനാണ്. അദ്ദേഹം പറഞ്ഞു പാപത്തെക്കുറിച്ചാണ് പറഞ്ഞത്, പാപത്തെക്കുറിച്ച്. ഉടനെ ഭാര്യ ചോദിച്ചു, പാപത്തെക്കുറിച്ച് എന്താ പറഞ്ഞത്? ഉടനെ ഈ സുവിശേഷം പറയുകയാണ്, പാപത്തെക്കുറിച്ച് അദ്ദേഹം പ്രസംഗിച്ചത് മറ്റൊന്നുമല്ല, പാപത്തിൽ നിന്ന് അകന്ന് നിന്നുകൊള്ളണം എന്നാണ് പറഞ്ഞത്. പാപം ദൈവത്തിന് ഇഷ്ടമല്ല എന്നാണ് പറഞ്ഞത്. പാപം ദൈവത്തിൽ നിന്ന് അകറ്റുന്നതാണ്, പാപത്തിൽ നിന്ന് അകന്നുകൊള്ളണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ജീവിതത്തിൽ പാപം വരരുതെന്നാണ് അദ്ദേഹം പറഞ്ഞത്, വേറൊന്നും പറഞ്ഞില്ല. ദൈവത്തിന് സ്തോത്രം. ആ അച്ഛൻ്റെ ഭാര്യ ആ വാക്കുകൾ ഉൾക്കൊണ്ടു. അവളുടെ ജീവിതം അവൾ കർത്താവിന് സമർപ്പിച്ചു. അന്ന് ആരാധനയ്ക്ക് പോകാഞ്ഞത് നഷ്ടമായില്ലോ എന്ന് അവൾക്ക് തോന്നി. ആരാധനയ്ക്ക് പോകാതെ വീട്ടിലിരുന്ന് നഷ്ടമായില്ലെന്ന് തോന്നി. അവൾ തീരുമാനിച്ചു, പാപം ദൈവം വേദനിക്കുന്നതാണ്, പാപം എന്നെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നതാണ്, വേണ്ട, ഇനി എന്നിൽ നിന്നൊരു പാപവും വരികയില്ല. ആ കുടുംബം സ്വർഗമായി തീർന്നു. ആ പട്ടക്കാരൻ്റെ കുടുംബം സ്വർഗമായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. കുടുംബം അനുഗ്രഹമാണോ? പാപം മാറണം. ദൈവത്തിൻ്റെ കയ്യിൽ ചീത്തയായി പോയെങ്കിലും കർത്താവ് ചീത്തയാണെന്ന് പറഞ്ഞ് എറിഞ്ഞ് കളയുന്നില്ല, ശപിച്ച് കളയുന്നില്ല. എൻ്റെ സഹോദരങ്ങളെ, നിങ്ങൾ വിശ്വസിക്കൂ, നിങ്ങളെ എല്ലാവരെയും യേശു സ്നേഹിക്കുകയാണ്. ദൈവകൃപയാൽ എനിക്ക് നല്ല ഉറപ്പുള്ളതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. നിങ്ങളെ ആരെയും കർത്താവ് അന്യരായി കാണുന്നില്ല, എല്ലാവരെയും കർത്താവ് സ്നേഹിക്കുകയാണ്. അതുകൊണ്ടാണ് നിങ്ങൾ വന്നത്, വെറുതെ വരികയില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്കിവിടെ വരാൻ ഇടയായത്, വെറുതെ വരികയില്ല, വരാൻ തോന്നുകയില്ല. എല്ലാവരെയും ദൈവം സ്നേഹിക്കുകയാണ്. സ്നേഹമായതുകൊണ്ട് കർത്താവ് നിങ്ങളുടെ തെറ്റ് ചൂണ്ടിക്കാണിച്ചു തരുന്നു. നിങ്ങൾക്ക് വരുന്ന അപകടം കർത്താവ് ചൂണ്ടിക്കാണിച്ചു തരുന്നു. നിങ്ങൾക്ക് വരുന്ന തെറ്റുകൾ കർത്താവ് ചൂണ്ടിക്കാണിച്ചു തരുന്നു. എന്തുകൊണ്ട്? സ്നേഹമായതുകൊണ്ടാണ്. സ്നേഹമായതുകൊണ്ട് നിങ്ങൾ തിരുത്തി വരുമ്പോൾ കിട്ടുന്ന മഹാഭാഗ്യം ഓർത്ത ദൈവം നിങ്ങൾക്ക് അനുഗ്രഹം തരാൻ ആഗ്രഹിക്കുന്നതുകൊണ്ട് കർത്താവ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു. ദൈവത്തിൻ്റെ കൃപ. കൊശവൻ്റെ കയ്യിൽ പാത്രം ചീത്തയായിപ്പോയി. കളിമണ്ണുകൊണ്ടാണ് ഉണ്ടാക്കിയത്, കളിമണ്ണ്. ഈ യെരമ്യാവിൻ്റെ കാലത്ത് യെരമ്യാവ് സ്ഥിരമായി നടന്നു പോകുന്ന വഴിയിൽ, ആ വഴിയോരങ്ങളിൽ ഇങ്ങനെ കുശവന്മാരിരുന്ന് പാത്രം മെനയുന്ന ഒരു സംഭവമുണ്ട്. കുശവന്മാരിരുന്ന് പാത്രം മെനയുന്നു. യെരമ്യാവ് പലപ്പോഴും കാണാറുള്ള കാര്യമാണ്. അന്ന് യെരമ്യാവിൻ്റെ മനസ്സിൽ ഒരു കാര്യം കുറിക്കൊണ്ടു. എന്താണ്? കുശവൻ പാത്രം മെനയുന്നു. ആ പാത്രം ചീത്തയായി പോയെന്ന് കണ്ടാൽ, ഉദ്ദേശിച്ചതുപോലെ ആകുന്നില്ലെന്ന് കണ്ടാൽ, ആ കുശവൻ ആ പാത്രം അത് ഉടച്ചു കളയുന്നു. നശിപ്പിക്കുകയല്ല, ഉടച്ചു കളയുന്നു. ഉടച്ചിട്ട് അത് പൊടിക്കുന്നു.
അത് പൊടിച്ച് നല്ല പൊടിയായി കഴിഞ്ഞിട്ട് അത് കുശവൻ അതിട്ട് കുഴയ്ക്കുന്നു. കുശവൻ കുഴയ്ക്കുമ്പോൾ പാവം അവൻ്റെ കഷ്ടപ്പാട് കൊണ്ട് അവൻ്റെ ശരീരത്തിലുള്ള വിയർപ്പ് അതിൽ കലരുന്നു, അവൻ്റെ കയ്യിലെ വിയർപ്പ് അതിൽ കലരുന്നു. മാത്രമല്ല അവൻ നഷ്ടപ്പെട്ടു പോയതിൽ നിന്നുള്ള ദുഃഖം കൊണ്ട് അവൻ അധ്വാനിക്കുന്നതുകൊണ്ട് അവൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരികയും ചെയ്യുന്നു. കണ്ണുനീരും വിയർപ്പും എല്ലാം ഇഴുകിച്ചേർന്ന് ഈ പാത്രം അത് കുഴച്ച്, മണ്ണ് വീണ്ടും കുഴച്ച് കുശവൻ അത് പണിയാൻ തുടങ്ങുന്നു. ഇതുമാത്രമല്ല, കുശവൻ ആ മണ്ണ് കുഴയ്ക്കുമ്പോൾ കാലുകൊണ്ട് ചവിട്ടി കുഴയ്ക്കുന്നു. കാലുകൊണ്ട് ചവിട്ടി കുഴയ്ക്കുമ്പോൾ കാലിൽ ചെറിയ ചെറിയ തരികൾ ഒന്ന് കൊള്ളുന്നു, കുശവൻ വേദനിക്കുന്നു. ചിലയിടത്ത് കുശവന് മുറിവേൽക്കുന്നു. അപ്പോൾ മുറിയിൽ നിന്ന് വരുന്ന രക്തവും കൂടിയാണ് ഇത് കുഴയ്ക്കുന്നത്. ഇതെല്ലാം കൂടി യെരമ്യാവ് ഇത് കണ്ടിട്ടുണ്ട്. യെരമ്യാവിൻ്റെ മനസ്സിലായ ആ ഒരു പിക്ചർ, ആ ഒരു ചിത്രമുണ്ട്. കുശവൻ അത് എറിഞ്ഞ് കളയാതെ, നഷ്ടപ്പെടുത്തി കളയാതെ വീണ്ടും ഇടിച്ച് പൊടിക്കുന്നു, പൊടിച്ച് തകർക്കുന്നു. തകർത്തിട്ട് അതിനെ കുശവൻ തൻ്റെ കൈകൊണ്ട് കുഴയ്ക്കുന്നു, കാലുകൊണ്ട് ചവിട്ടി കുഴയ്ക്കുന്നു. കുശവൻ അങ്ങനെ വിയർപ്പ് ഒഴുക്കുന്നു. കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ആ പാത്രം പിന്നെയും പുതിയ ഒരു രൂപത്തിൽ, പുതിയൊരു ആകൃതിയിൽ അത് മെനഞ്ഞെടുക്കുന്നു. ഇതിനു മുമ്പ് ഉദ്ദേശിച്ച ആകൃതിയിലല്ല, വേറൊരു പുതിയ ആകൃതിയിൽ മനോഹരമായ പാത്രമായി തീരുന്നു. ദൈവത്തിന് സ്തോത്രം. ഈ മണ്ണ് എവിടെ നിന്ന് എടുത്തതാണ്? ഇത് അനേകം ജീവികൾ, കന്നുകാലികളാകാം, അനേകം ജീവികൾ മേഞ്ഞു കിടന്ന സ്ഥലത്ത് നിന്ന് അത് അവിടെ നിന്ന് കോരി എടുത്തതാണ് ഈ മണ്ണ്. ഈ മണ്ണ് ഇപ്പോൾ പാത്രമായി തീരുന്നുണ്ട്. പക്ഷേ അത് പണ്ട് എവിടെയായിരുന്നു? അത് വെറും തറ പോലെ നിലത്ത് കിടക്കുകയായിരുന്നു. അത് ശൂന്യതയിൽ കിടക്കുകയായിരുന്നു, ഒന്നുമില്ലായ്മയിൽ കിടക്കുകയായിരുന്നു, ഒരു പ്രയോജനമില്ലാതെ കിടക്കുകയായിരുന്നു. ആ മണ്ണ് കുശവൻ അവിടെ കിളച്ച് അടിയിൽ നിന്ന് മണ്ണെടുത്ത് അധ്വാനിച്ച് കഷ്ടപ്പെട്ട് മണ്ണെടുത്തുകൊണ്ടുവന്ന്, കളിമണ്ണ് എടുത്തുകൊണ്ടുവന്ന് കുശവൻ തൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് അവൻ്റെ ചക്രത്തിൽ വെച്ച് അവനത് പണിയുകയാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നാം എല്ലാം അങ്ങനെയായിരുന്നു. എന്തായിരുന്നു നമ്മുടെ പഴയ കാലം? ഞാൻ പിന്നെയും പഴയതിലേക്ക് വരട്ടെ. കോപം. നമ്മുടെ വീട്ടിൽ എന്തായിരുന്നു കോപത്തിൻ്റെ അട്ടഹാസങ്ങൾ? ചെറുപ്പക്കാർ കോപിച്ച് പറഞ്ഞ് അപ്പനോടോ അമ്മയോടോ ധിക്കാരം പറയുന്നതായ കാലങ്ങൾക്ക് ഓർമ്മയില്ലേ? എത്രയോ ചെറുപ്പക്കാർ അപ്പനെയും അമ്മയെയും നിരസിക്കുന്നവരില്ലേ? അപ്പനെയും അമ്മയും വേദനിപ്പിക്കുന്നവരില്ലേ? ഇല്ലേ? ഓർത്ത് നോക്കൂ. ഒരുപക്ഷെ അപ്പനെ തല്ലിയവരില്ലേ? പറയാൻ പേടിയാവുന്നു. അമ്മയെ തല്ലിയവരില്ലേ? ദൈവമേ, ഞാൻ ഭയത്തോടെ ഓർക്കുകയാണ്. സദസ്യവാക്യങ്ങൾ 30:11, 30:11, 30:17. അപ്പനെ ശപിക്കുകയും അമ്മയെ അനുഗ്രഹിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു തലമുറ. അപ്പനെ ശപിക്കുകയും അമ്മയെ അനുഗ്രഹിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു തലമുറ. അപ്പനെ പരിഹസിക്കുകയും അമ്മയെ അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്ന കണ്ണിനെ തോട്ടരികത്തെ കാക്ക കൊത്തിപ്പറിക്കുകയും കഴുകിൻ കുഞ്ഞുങ്ങൾ തിന്നുകയും ചെയ്യും. അപ്പനെ ശപിക്കുകയും അമ്മയെ അനുഗ്രഹിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു തലമുറ. തങ്ങൾക്ക് തന്നെ നിർമ്മലരായി തോന്നുന്നവരും അശുദ്ധി കഴുകിക്കളയാത്തവരുമായ ഒരു തലമുറ. അയ്യോ, ഈ തലമുറയുടെ കണ്ണുകൾ എത്ര ഉയർന്നിരിക്കുന്നു, അവരുടെ കണ്ണിമകൾ എത്ര പൊങ്ങിയിരിക്കുന്നു. അഹങ്കാരികളാണ്. അപ്പനെ ശപിക്കുന്നു, അപ്പനെപ്പരാകുന്നു. അപ്പനെ അപ്പ എന്ന് വാത്സല്യത്തോടെ വിളിക്കാൻ തോന്നുന്നില്ല. അപ്പനെ മധുരമായി ആ വാർദ്ധക്യത്തിൽ അപ്പനെ തലോടാനോ അപ്പൻ്റെ കാര്യം നോക്കാനോ തോന്നുന്നില്ല. അപ്പനൊരു ശാപമായി, അപ്പനൊരു അധികപ്പറ്റായും തീർന്നിരിക്കുകയാണ്. അതുപോലെ അമ്മയും. അമ്മ ഒരു കാലത്ത് ആ വീട് അടക്കി ഭരിച്ചിരുന്ന അമ്മ ഇന്നൊരു അധികപ്പറ്റായി തീർന്നിരിക്കുന്നു. അമ്മയെ മക്കൾ മാനിക്കുന്നില്ല, ആദരിക്കുന്നില്ല, സ്നേഹിക്കുന്നില്ല. ഇതൊരു ശല്യമാണല്ലോ എന്നാണ് ചിന്തിക്കുന്നത്. ശല്യമാണല്ലോ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ചിന്തിക്കുന്ന എത്രയോ ആളുകളുണ്ട്. എല്ലാം ശാപകരമാണ്, അതെല്ലാം ദോഷമാണ്. അപ്പനെ ശപിക്കുകയും അമ്മയെ അനുഗ്രഹിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു തലമുറ. തങ്ങൾക്ക് തന്നെ നിർമ്മലരായി തോന്നുന്നവരും അശുദ്ധി കഴുകിക്കളയാത്തവരുമായ ഒരു തലമുറ. അശുദ്ധി കഴുകിക്കളഞ്ഞിട്ടില്ല. ഞാൻ നിർമ്മലനാണ്, ഞാൻ പള്ളിയിൽ പോകുന്നുണ്ട്, ഞാൻ നമസ്കാരം ചൊല്ലുന്നുണ്ട്, ഞാൻ നോമ്പ് നോക്കുന്നുണ്ട്, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, എനിക്കെന്നാ കുഴപ്പം എന്ന് ചിന്തിക്കുന്ന ഒരു തലമുറ. അവരുടെ അയ്യോ, ഈ തലമുറയുടെ കണ്ണുകൾ എത്ര ഉയർന്നിരിക്കുന്നു, അവരുടെ കണ്ണിമകൾ എത്ര പൊങ്ങിയിരിക്കുന്നു. അഹങ്കാരികളാണ്, കണ്ണ് പൊങ്ങിയിരിക്കുന്നു. എന്നെ ചോദ്യം ചെയ്യാൻ ആരുണ്ട് എന്ന് നോട്ടില്ല, അവർ അഹങ്കാരത്തോടെ നിൽക്കുന്നു. അഹങ്കരിക്കുന്നവരായ ചെറുപ്പക്കാർ. ദൈവത്തിന് സ്തോത്രം. അത് പിന്നെയും പറയുന്നു, 17-ാമത്തെ വാക്യം. അപ്പനെ പരിഹസിക്കുകയും അമ്മയെ അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്ന കണ്ണിനെ തോട്ടരികത്തെ കാക്ക കൊത്തിപ്പറിക്കുകയും കഴുകിൻ കുഞ്ഞുങ്ങൾ തിന്നുകയും ചെയ്യും. തോട്ടരികത്തെ കാക്ക കൊത്തിപ്പറിക്കുകയും കഴുകിൻ കുഞ്ഞുങ്ങൾ തിന്നുകയും ചെയ്യും. ദുഷ്ടാത്മാക്കൾ നശിപ്പിക്കും. അപ്പനെ പരിഹസിക്കുന്നു, അമ്മയെ അനുസരിക്കുന്നില്ല. അങ്ങനെ ചെയ്യുന്നവരെ തോട്ടരികത്തെ കാക്ക കൊത്തിപ്പറിക്കും. ദുരാത്മാക്കൾ, ഭൂതാത്മാക്കൾ,
പൈശാചികാത്മാക്കൾ, ദുർഭൂതങ്ങൾ ആ മനുഷ്യനെ പിടികൂടി നശിപ്പിക്കും. മാതാപിതാക്കളെ ആദരിച്ചു കൊള്ളണം, മാതാപിതാക്കളെ ബഹുമാനിച്ചു കൊള്ളണം, മാതാപിതാക്കളെ ഏറ്റവും കാര്യമായി നോക്കിക്കൊള്ളണം. നിങ്ങൾക്ക് ഹിതകരമില്ലാത്ത രീതിയിൽ ഒരുപക്ഷെ അവരുടെ അറിവുകേട് കൊണ്ടോ അതല്ലെങ്കിൽ അവരുടെ വിവേകക്കുറവ് കൊണ്ടോ എന്തെങ്കിലും പറയുകയോ ചെയ്യുകയോ ചെയ്താലും നിങ്ങൾ ക്ഷമിക്കണം. ചെറുപ്പക്കാർ ക്ഷമിക്കണം, മക്കൾ ക്ഷമിക്കണം, മരുമോൾ ക്ഷമിക്കണം. അമ്മായിയും ഒരുപക്ഷെ ഒരു വിവരക്കേട് കൊണ്ട് നിങ്ങൾ പറഞ്ഞു തന്നിരിക്കട്ടെ, മരുമോള് ക്ഷമിക്കണം, സഹിക്കണം. അങ്ങനെ കുടുംബം ഐശ്വര്യമായി പോകണം. എന്താണ് പറഞ്ഞത്? അപ്പനെ പരിഹസിക്കുകയും അമ്മയെ അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു കണ്ണിനെ തോട്ടിരത്തെ കാക്ക കൊത്തിപ്പറിക്കുകയും കഴിയും കുഞ്ഞുങ്ങൾ തിന്നുകയും ചെയ്യും. ദൈവത്തിന് സ്തോത്രം. ഇന്ന് അനേക കുടുംബങ്ങൾ തകർന്നു കിടക്കുന്ന ഇങ്ങനെയെല്ലാമുള്ള കാര്യങ്ങളിലാണ്. പ്രാർത്ഥനയില്ലേ? ഉണ്ടല്ലോ. സൺഡേ സ്കൂൾ പിള്ളേർ വിടുന്നില്ലേ? ഉണ്ടല്ലോ. യൂത്ത് ലീഗില്ലേ? യുവജന പ്രസ്ഥാനമില്ലേ? അതിലും വിടുന്നുണ്ടല്ലോ. എല്ലാ യോഗങ്ങളുമുണ്ട്, എല്ലാ പ്രാർത്ഥനകളുമുണ്ട്, എല്ലാ നമസ്കാരങ്ങളുമുണ്ട്, എല്ലാം ഉണ്ട്. ചട്ടം കെട്ടുകളെല്ലാം ഉണ്ട്. പള്ളി പെരുന്നാളില്ലേ? ഉണ്ടല്ലോ. എല്ലാം ഉണ്ട്. നല്ല മനോഹരമായ റാസകളില്ലേ? ഉണ്ട്. റാസയുടെ മുമ്പിൽ അവിടെ ബാൻഡ് ഊതിക്കൊണ്ട് പോകുന്ന സംഗീത വിദ്വാൻമാരില്ലേ? അതുമുണ്ട്. പ്രിയപ്പെട്ടവർ, എന്തിനാ കുറവ്? പക്ഷേ സ്വന്തം വീട്ടിൽ നാശമാണ്, സ്വന്തം വീട്ടിൽ നരകമാണ്. വീട്ടിൽ പരസ്പരം ഇണക്കമില്ല, കുടുംബം മുടിഞ്ഞു കിടക്കുന്നു. എന്തിനാണ് ഞാൻ ഇതെല്ലാം ഇങ്ങനെ പറയുന്നത്? ആവർത്തിച്ച് പറയുന്നത് എന്തിനാണ്? പ്രിയപ്പെട്ടവരെ, അനേകം കുടുംബങ്ങളുടെ സ്ഥിതി അറിയുന്നതുകൊണ്ടാണ് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ ദൈവനാമമഹത്വപ്പെടട്ടെ. ദൈവത്തിൻ്റെ മഹത്വത്തിനായി ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. ദൈവനാമമഹത്വത്തിന് വേണ്ടി ഞങ്ങളുടെ കുടുംബം ഇന്ന് ഒരു സ്വർഗമാണ്. ദൈവമാണത് ആക്കി തന്നത്. നരകത്തിൻ്റെ വേദന ഉണ്ടായിരുന്നു ഇവിടെ, മരണത്തിൻ്റെ വേദന ഉണ്ടായിരുന്നു. അപ്പം മരിച്ചു, എൻ്റെ ചേട്ടൻ മരിച്ചു, പിന്നെ അമ്മ പ്രസവിച്ച 3 കുഞ്ഞുങ്ങൾ നേരത്തെ മരിച്ചു പോയിരുന്നു. 5 മരണം നടന്ന കുടുംബമാണിത്. ഈ വീട്ടിൽ എന്നും ദുഃഖമായിരുന്നു, എന്നും വേദനയായിരുന്നു, എന്നും കരച്ചിലായിരുന്നു, എന്നും സങ്കടമായിരുന്നു. അമ്മ നെഞ്ചു തടിച്ച് കരയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എങ്കിലും എൻ്റെ കർത്താവേ, ഞാൻ ഇങ്ങനെ ഇത് അനുഭവിക്കത്തക്കോണെന്ന് ഞാൻ എന്നോട് എന്ത് പാപം ചെയ്തു നമ്മൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോഴെല്ലാം ഞാനും കരയും, അവൻ്റെ പെങ്ങളും കരയും. ഞങ്ങൾ 3 പേര് വീട്ടിലുള്ളൂ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ദുഃഖത്തിൻ്റെ കാലങ്ങൾ, ദുരിതത്തിൻ്റെ കാലങ്ങൾ അതെല്ലാം കഴിഞ്ഞ് കർത്താവായ യേശു ഈ ഭവനത്തിലേക്ക് എഴുന്നള്ളി വന്നു. യേശു എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്നു. യേശു എൻ്റെ അമ്മയുടെ ഹൃദയത്തിലേക്ക് കടന്നു വന്നു. യേശു എൻ്റെ ഭാര്യയുടെ ഹൃദയത്തിലേക്ക് കടന്നു വന്നു. ദൈവത്തിന് സ്തോത്രം. യേശു ഉള്ളത്തിലേക്ക് വന്നു, സ്വർഗമായി തീർന്നു. എല്ലാം തികഞ്ഞൊന്നല്ല ഈ പറയുന്നത്. പക്ഷെ എനിക്കറിയാം, ഇന്ന് സ്നേഹത്തിൻ്റെ സുഗന്ധമാണ് ഇവിടെ ഉള്ളത്. സ്നേഹത്തിൻ്റെ സുഗന്ധം. ഒരിക്കലും സ്നേഹശൂന്യതയും കാണാനില്ല, ഒരിക്കലുമില്ല. നിങ്ങളുടെ നിരന്തരം വരുന്നവർക്ക് കാണാമല്ലോ, ഇവിടെ സ്നേഹമേ ഉള്ളൂ. ഞങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ ചിലപ്പോൾ പൊട്ടിച്ചിരിച്ചെന്ന് വരും, സന്തോഷത്തിൻ്റെ വർത്തമാനങ്ങൾ പറഞ്ഞെന്ന് വരും. അപ്പോഴെല്ലാം ഉള്ളം സന്തോഷിക്കുകയാണ്, അല്ലാതെ അവിടെ ഈർഷ്യയില്ല, ആരെയും തരംതാഴ്ത്തുകയല്ല, എല്ലാവരെയും ആദരിക്കുകയും സ്നേഹിക്കുകയും ചെയ്തുകൊണ്ടാണ്. ദൈവത്തിന് സ്തോത്രം. കുടുംബം സ്വർഗമാക്കിയെടുക്കണം. എൻ്റെ സഹോദരങ്ങളെ, ഇന്ന് ചീത്തയായി പോയെങ്കിലും ഈ പാത്രത്തെ നന്നാക്കാൻ കർത്താവിന് കഴിയും. അടുത്ത വാക്യം എന്താ പറയുന്നത്? 18-ാം അധ്യായം 5-ാം വാക്യം. അപ്പോൾ യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായത് എന്തെന്നാൽ, ഇസ്രായേൽ ഗൃഹമേ, ഈ കുശവൻ ചെയ്തതുപോലെ എനിക്ക് നിങ്ങളോട് ചെയ്യുവാൻ കഴിയുകയില്ലയോ എന്ന് യഹോവയുടെ അരുളപ്പാട്. ഈ കുശവൻ ചെയ്തതുപോലെ എനിക്ക് നിന്നോട് ചെയ്യുവാൻ കഴിയുകയില്ലയോ എന്ന് യഹോവയുടെ അരുളപ്പാട്. ഇസ്രായേൽ ഗൃഹമേ, കളിമണ്ണ് കുശവൻ്റെ കയ്യിൽ ഇരിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കയ്യിലിരിക്കുന്നു. കളിമണ്ണ് കുശവൻ്റെ കയ്യിലിരിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കയ്യിലിരിക്കുന്നു. കർത്താവ് പറയുകയാണ്, കളിമണ്ണ് കുശവൻ്റെ കയ്യിലിരിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കയ്യിലിരിക്കുന്നു. ഞാനൊരു ജാതിയെക്കുറിച്ചോ ഒരു രാജ്യത്തെക്കുറിച്ചോ അതിനെ പറിച്ച് ഇടിച്ച് നശിപ്പിച്ചു കളയും എന്ന് അരുളി ചെയ്തിട്ട്, ഞാൻ അങ്ങനെ അരുളി ചെയ്ത ജാതി തൻ്റെ ദുഷ്ടത വിട്ട് തിരിയുന്നുവെങ്കിൽ അതിനോട് ചെയ്യുവാൻ നിരൂപിച്ച ദോഷത്തെക്കുറിച്ച് ഞാൻ അനുതപിക്കും. ദൈവത്തിന് സ്തോത്രം. ഇന്ന് നിങ്ങൾക്ക് നാശം വരും, അപകടം വരുമെന്ന് ഞാൻ പറഞ്ഞിട്ട് അവർ മനം തിരികുകയാണെങ്കിൽ അവരുടെ അപകടം ഞാൻ മാറ്റിക്കൊടുക്കും. അവർക്ക് വരാൻ പോകും നാശം ഞാൻ മാറ്റി കൊടുക്കും. അവർക്ക് ശിക്ഷാവിധി വരുമെന്ന് പറഞ്ഞിട്ട് അവർ മനം തിരിയുന്നുവെങ്കിൽ അവരുടെ ശിക്ഷാവിധി ഞാൻ മാറ്റിക്കളയും. അവർ അനുദപിക്കുമ്പോൾ അവരുടെ ശിക്ഷ അവരിൽ നിന്ന് മാറ്റിക്കളയും. ദൈവത്തിന് സ്തോത്രം. ഈ 18-ാം അധ്യായം പിന്നീട് നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞത്, ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ വ്യക്തമായ ഒരു പ്രതിഷ്ഠ വരണം. എൻ്റെ കർത്താവേ, നിൻ്റെ ആർദ്ര സ്നേഹം, ഗോകുൽത്തായിൽ രക്തം ചിന്തിയ സ്നേഹം, കാൽവറി ക്രൂശിന്മേൽ രക്തം ചിന്തിയ സ്നേഹം, എൻ്റെ കർത്താവേ, ആ തിരുരക്തം എൻ്റെ സകല പാപവും കഴുകാൻ മതിയായതാണ്. ആ തിരുരക്തം എന്നിൽ പരട്ടി എന്നിൽ ചേർത്ത് എന്നെ നീ മെനയുമ്പോൾ
കർത്താവെ, നീ ആഗ്രഹിക്കുന്ന പോലെ ഒരു മാനപാത്രമായി ഞാൻ തീരും. ഇന്ന് ഞാനൊരു നിന്നാപാത്രമാണ്. ആരുടെ മുമ്പിൽ ഞാനൊരു നിന്നാപാത്രമാണ്. ആർക്കും എന്നൊരു വിലയുമില്ല. എനിക്കുള്ള സമ്പത്ത് കൊണ്ട് ആരുടെയും വില കിട്ടാൻ പോകുന്നില്ല. എനിക്കുള്ള ആരോഗ്യം കൊണ്ട് ആരുടെയും വില കിട്ടാൻ പോകുന്നില്ല. എനിക്കുള്ള ബുദ്ധികൗശലം കൊണ്ട് ആരുടെയും വില കിട്ടാൻ പോകുന്നില്ല. ആരും എന്നെ വില മതിക്കില്ല. എന്തെല്ലാം എനിക്കുണ്ട്, ഉന്നത ഡിഗ്രി ഉണ്ട്, അതിനും ആർക്കും വിലയില്ല. അതൊന്നും ആരും നോക്കുകയില്ല. എന്നാൽ കർത്താവെ, ഞാൻ ഇന്നൊരു നിന്നാപാത്രമാണ്. എല്ലാവരുടെയും മുമ്പിൽ ഞാൻ നിന്നാപാത്രമാണ്, ആക്ഷേപപാത്രമാണ്. എല്ലാവരും എന്നെ പരിഹസിക്കുന്നു, എന്നെ ആക്ഷേപിക്കുന്നു, എന്നെക്കുറിച്ച് ഇല്ലാത്തതെല്ലാം പറയുന്നു. കർത്താവെ, ഇന്ന് ഞാൻ എല്ലാവരുടെയും നിന്നാപാത്രമാണ്. എന്നാൽ ഈ നിന്നാപാത്രം അത് ഒട്ടും മാറ്റം വരുത്താതെ ഉടച്ച് പൊടിച്ച് തകർത്ത് അതിനെ വീണ്ടും കുഴച്ച് ഒരു മാനപാത്രമാക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. മാനപാത്രം, ദൈവത്തിന് സ്തോത്രം. മാനപാത്രം, സ്വർഗത്തിലെ ദൈവത്തിന് അഭിമാനമുള്ളൊരു പാത്രമാക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. സ്നേഹിതരെ, നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങൾ ഓരോരുത്തരെയും അഭിമാനഭാജനങ്ങളായി കർത്താവ് കാണുന്നു. സ്വർഗത്തിലെ ദൈവം പ്രവർത്തിച്ചതിൻ്റെ ഫലമായി ഇന്ന മോൻ അനുസരിച്ച് മാനസാന്തരപ്പെട്ടു, ഇന്ന മോള് അനുസരിച്ച് മാനസാന്തരപ്പെട്ടു എന്ന് പറയുവാൻ തക്കണം. നിങ്ങളെക്കുറിച്ച് പറയുവാൻ തക്കണം. നിങ്ങളുടെ ജീവിതം ശോഭനമാക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? എങ്കിൽ കർത്താവ് ഇപ്പോൾ നിങ്ങൾ തൊടും. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ വിശ്വസിക്കുക പ്രിയപ്പെട്ടവരെ. മാനപാത്രമായി തീർന്നു. നിന്നാപാത്രം മാനപാത്രമായി തീർന്നു. കോപപാത്രം രക്ഷാപാത്രമായി തീർന്നു. കോപപാത്രം റോമർ ലേഖനം 9-ാം അധ്യായത്തിൽ കാണാം. കോപപാത്രങ്ങളായിരുന്ന കോപപാത്രങ്ങൾ അത് രക്ഷാപാത്രമായി തീർന്നു. സങ്കീർത്തനം 116 കാണാം. രക്ഷാപാത്രം, രക്ഷയുടെ പാനപാത്രം. പ്രിയപ്പെട്ടവരെ, കോപപാത്രം, ദൈവത്തിൻ്റെ കോപം മാത്രം പകരേണ്ട പാത്രമായിരുന്നു നാം ഓരോരുത്തരും. ദൈവത്തിൻ്റെ കോപം മാത്രം പകരേണ്ട പാത്രം. എന്നാൽ ആ കോപം പകരേണ്ട പാത്രങ്ങൾ കർത്താവ് രക്ഷയുടെ പാനപാത്രമാക്കി മാറ്റി, രക്ഷ വിതരണം ചെയ്യുന്ന പാത്രമാക്കി മാറ്റി. ദൈവകോപം പകരേണ്ട പാത്രം ഇന്ന് രക്ഷ പകരുന്ന പാത്രമാക്കി മാറ്റി. സ്തോത്രം. ദൈവകോപം പകരേണ്ടതായിരുന്നെങ്കിൽ, എന്നാൽ അത് കോപപാത്രമായിരുന്നു, ദൈവ കോപം പകരുന്ന പാത്രമായിരുന്നു. പക്ഷേ ആ പാത്രം കർത്താവ് മാറ്റിയത് അത് ഒരു ശോഭനമായ രക്ഷാപാത്രമാക്കി തീർത്തു. കരുണാപാത്രങ്ങളായ നമ്മിൽ തൻ്റെ തേജസ്സിന് ധനം വെളിപ്പെടുത്തുവാനും ഇച്ഛിച്ചിട്ട് നാശയോഗ്യമായ കോപപാത്രങ്ങളെ വളരെ ദീർഘക്ഷമയോടെ സഹിച്ചു. നാശത്തിന് യോഗ്യമായിരുന്ന കോപപാത്രമായിരുന്നു, പക്ഷേ കർത്താവ് ദീർഘക്ഷമയോടെ സഹിച്ച് കർത്താവ് ഇതാ നമുക്ക് അവസരം നീട്ടിത്തരികയാണ്. ദീർഘക്ഷമയോടെ സഹിക്കുന്നു. സ്തോത്രം. എന്തൊരു ഭാഗ്യമാണ് പ്രിയപ്പെട്ടവർ. ദീർഘക്ഷമയോടെ കർത്താവ് നമ്മെ സഹിക്കുന്നു. കർത്താവ് നമ്മെ സ്വീകരിക്കുന്നു. കർത്താവ് നമ്മെ ചേർത്തണയ്ക്കുന്നു. കർത്താവ് ഒരു മാനപാത്രമാക്കി മാറ്റുന്നു, കരുണാപാത്രമാക്കി മാറ്റുന്നു, രക്ഷാപാത്രമാക്കി മാറ്റുന്നു. 116 സങ്കീർത്തനത്തിൽ യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്ക് ഞാൻ അവന് എന്ത് പകരം കൊടുക്കും? ഞാൻ രക്ഷയുടെ പാനപാത്രം എടുത്ത് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കും. രക്ഷയുടെ പാനപാത്രം എടുത്ത് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കും. രക്ഷയുടെ പാനപാത്രം 116 സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നു. യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ അവന് എന്ത് പകരം കൊടുക്കും? ഞാൻ രക്ഷയുടെ പാനപാത്രമെടുത്ത് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കും. ദൈവത്തിന് സ്തോത്രം. നിന്നാപാത്രമായിരുന്നു നാം. ആർക്കും നിന്ദിക്കാൻ പാകത്തിനുള്ള പാത്രമായിരുന്നു നാം. ദൈവത്തിൻ്റെ കോപപാത്രമായിരുന്നു. ദൈവത്തിൻ്റെ കോപം പകരേണ്ട പാത്രമായിരുന്നു. പക്ഷേ നമ്മെ എടുത്ത് കരുണാപാത്രമാക്കി തീർത്തു, നമ്മെ എടുത്ത് കൃപയുടെ പാത്രമാക്കി തീർത്തു, നമ്മെ എടുത്ത് പ്രയോജനമുള്ള പാത്രമാക്കി തീർത്തു, നമ്മെ എടുത്ത് ആദരപാത്രമാക്കി തീർത്തു, ദൈവത്തിൻ്റെ മാനപാത്രമാക്കി തീർത്തു, നമ്മെ എടുത്ത് രക്ഷാപാത്രമാക്കി തീർത്തു. ദൈവത്തിന് സ്തോത്രം. ഈ സാധുവായ മനുഷ്യനെ ദൈവം തൻ്റെ കരങ്ങളിലെടുത്തു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് വേണമോ ഈ ഭാഗ്യം? ഇന്ന് കർത്താവ് നിങ്ങളെ തന്നെ കരങ്ങളെടുക്കാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളെ കരുത്തിലെടുത്ത് കർത്താവ് വാഴ്ത്താൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളെ തന്നെ കരുത്തിലെടുത്ത് കർത്താവ് ആശീർവദിക്കാൻ ആഗ്രഹിക്കുകയാണ്. കർത്താവിൻ്റെ ഇരുകരവ് നിങ്ങളുടെ തലമേൽ വയ്ക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. ഇരുകരവ് നിങ്ങളുടെ തലമേൽ വെച്ചുകൊണ്ട് കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കാൻ തുടങ്ങുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ നിങ്ങളൊന്ന് പറയുമോ, കർത്താവേ, ഞാൻ നിന്നാപാത്രമായിരുന്നു, ഞാൻ കോപപാത്രമായിരുന്നു, കോപം മാത്രം വഹിക്കേണ്ട പാത്രമായിരുന്നു. എന്നാൽ കർത്താവേ, നീ എന്നെ ഉടച്ച് എന്നെ മാറ്റി എന്നെ രൂപാന്തരപ്പെടുത്തി എന്നെ നിൻ്റെ രക്ഷാപാത്രമാക്കി തീർക്കണമേ, എന്നെ നിൻ്റെ കരുണാപാത്രമാക്കി തീർക്കണമേ. എൻ്റെ കർത്താവേ, നാഥാ, നീ എന്നെ നിൻ്റെ സ്നേഹപാത്രമാക്കി തീർക്കണമേ, നിൻ്റെ കരുണാപാത്രമാക്കി തീർക്കണമേ. എൻ്റെ കർത്താവേ, രക്ഷാപാത്രമാക്കി തീർക്കണമേ. എന്നിൽ കൂടെ രക്ഷ വല്ലരേക്കും പകരാൻ തക്കവണ്ണം രക്ഷയുടെ പാനപാത്രമാക്കി തീർക്കണമേ. ദൈവത്തിന് സ്തോത്രം. അനേകർക്ക് രക്ഷ കൊടുക്കുന്ന ഒരു പാത്രമാക്കി എന്നെ മാറ്റണമേ. എന്നെ അനേകരുടെ ഹൃദയത്തിന് ആശ്വാസം കൊടുക്കുന്ന ഒരു പാത്രമാക്കി നീ എന്നെ മാറ്റണമേ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ തോന്നുന്നുണ്ടോ? നല്ലൊരു അവസരമാണിത്, നല്ല സമയമാണിത്. നിങ്ങൾക്ക് വാസ്തവമായി തീരുമാനമെടുത്താൽ നിങ്ങളുടെ കാര്യത്തിൽ കർത്താവ് കയറി പിടിക്കും. സംശയിക്കേണ്ട. നിങ്ങളുടെ കഴിഞ്ഞ കാല പാവങ്ങളൊന്നും കർത്താവ് ചോദിക്കുകയില്ല. മുടിമുത്രം തിരിച്ചു വന്നപ്പോൾ അപ്പം ചോദിച്ചോ, മോനെ, നീ എങ്ങനെ ജീവിച്ചവനാണ്? നീ പന്നിയുടെ തവിടത്തിൻ്റെ പിറകെ പോയവനല്ലേ? നീ വേണ്ടാതിന് ജീവിച്ചവനല്ലേ? ദുർനിർപ്പുകാരുടെ കൂടെ ജീവിച്ചവനല്ലേ? നീ എല്ലാം ചെലവഴിച്ച് നശിപ്പിച്ചവനല്ലേ? അപ്പം ചോദിച്ചില്ല. അപ്പൻ എന്ത് ചെയ്തു? അപ്പൻ കൈ നീട്ടി അവനെ വാരി പുണർന്നു, അവനെ ആലിംഗനം ചെയ്തു,
അപ്പൻ അവൻ്റെ നെറുകയിൽ ഉമ്മ വെച്ചു, അവനെ കവിളിൽ ചുംബിച്ചു, അവനെ ചേർത്തണച്ചു. അപ്പൻ ഒരു വലിയ നിധി കിട്ടിയതുപോലെ തിരികെ കൊണ്ടുവന്ന് ഈ മകൻ മരിച്ചവനായിരുന്നു, എന്നാൽ വീണ്ടും ജീവിച്ചിരിക്കുന്നു, കാണാതെ പോയിരുന്നു, കണ്ടുകിട്ടിയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഈ എൻ്റെ മരിച്ചവനായിരുന്നു. ദൈവത്തിന് സ്തോത്രം. വേലക്കാട് പറയുകയാണ്, വേഗം മേൽത്തരമായി കൊണ്ടുവന്ന് ധരിപ്പിപ്പീൻ, ഇവൻ്റെ കൈക്ക് മോതിരവും കാലിന് ചെരുപ്പിടിപ്പിപ്പീൻ. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഈ ഭാഗ്യം നമുക്കിന്ന് തരുമെന്നാണ് കർത്താവ് പറയുന്നത്. നിങ്ങളിന്ന് അനേകം ആയിരങ്ങൾ ഈ വാക്കുകളെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. സഹോദരങ്ങളെ, ഞാൻ പറയട്ടെ, നിങ്ങൾ ഈ വാക്കുകളെ കേൾക്കുന്ന ഓരോന്നും നിങ്ങൾക്ക് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ സ്വർഗത്തിലെ തൂമൊഴികളാണ്. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് വേണ്ടി കർത്താവ് തരുന്നതായ സ്വർഗീയ മുത്തുമണികളാണ്. പ്രിയപ്പെട്ടവരെ, ഇത് നിങ്ങളിന്ന് ഏറ്റെടുക്കുക, നിങ്ങൾ വാങ്ങുക. കർത്താവേ, ഇനി ഞാൻ പഴയ മനുഷ്യനല്ല. യേശുവേ, ഇനി ഞാൻ പഴയ പ്രകൃതിയല്ല, പഴയ സ്വഭാവമല്ല. മാറി കർത്താവേ. ഞാൻ നിന്നാപാത്രമായിരുന്നു, ഞാൻ നിൻ്റെ കോപം പകരേണ്ട പാത്രമായിരുന്നു. പക്ഷേ ഇന്ന് ഞാൻ കരുണാപാത്രമാണ്. ദൈവത്തിൻ്റെ കരുണ പകർന്നിരിക്കുന്നു. ഇന്ന് ഞാൻ സ്നേഹപാത്രമാണ് കർത്താവേ. ഇന്ന് ഞാൻ നിന്നാപാത്രമല്ല, ഞാൻ ഇന്ന് മാനപാത്രമാണ് കർത്താവേ. നിൻ്റെ മാനപാത്രമാക്കി നീ എന്നെ മാറ്റുന്നല്ലോ കർത്താവേ. നാഥാ, ഞാനിതാ എന്നെ മുഴുവനായി നിൻ്റെ കരങ്ങളിലേക്ക് തിരികുകയാണ്. ഏൽപ്പിച്ചു കൊടുക്കൂ, സംശയിക്കാതെ വിട്ടുകൊടുക്കൂ. യേശുവിനോട് പറയൂ, കർത്താവേ, ഇന്ന് ഞാൻ നിൻ്റെ വകയായി എന്നെ തന്നെ സമർപ്പിക്കുന്നു. ഇന്ന് ഞാൻ പുതിയ സൃഷ്ടിയായി എന്നെ തന്നെ സമർപ്പിക്കുന്നു. നാഥാ, ഇന്ന് മുതൽ ഞാൻ പുതിയ മനുഷ്യനായി ജീവിക്കുമെന്ന് തീരുമാനിക്കുന്നു. യേശുവേ, നീ എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ചതിനാൽ ഇന്നു മുതൽ ഞാൻ നിനക്കായി ജീവിക്കും. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് പറയാൻ തോന്നുന്നുണ്ടോ? എങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിൽ പറയാം, യേശുവേ, നീ എനിക്ക് വേണ്ടി മരിച്ചതിനാൽ ഇന്നു മുതൽ ഞാൻ നിനക്കായി ജീവിക്കുന്നു. അല്ല, ഹൃദയത്തിൽ പറയുകയല്ല, നാവെടുത്ത് പറയാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾക്ക് പറയാം, യേശുവേ, എൻ്റെ യേശുവേ, രക്ഷകനായ യേശുവേ, എൻ്റെ രക്ഷകനായ യേശുവേ, ഞാൻ ഇന്നു മുതൽ പുതിയ സൃഷ്ടിയായി ജീവിക്കും. ഒരു പുതിയ സൃഷ്ടിയായി ജീവിക്കും. എനിക്ക് വേണ്ടി മരിച്ചതിനാൽ, നീ എനിക്ക് വേണ്ടി മരിച്ചതിനാൽ മുതൽ ഞാൻ ഇന്നു മുതൽ നിനക്കായി ജീവിക്കും. യേശുവേ, എൻ്റെ യേശുവേ, ഞാൻ ഉപേക്ഷിക്കുന്നു, സാത്താനെ ഉപേക്ഷിക്കുന്നു, ദുരാത്മാക്കളെ ഞാൻ ഉപേക്ഷിക്കുന്നു, ദുരാത്മാക്കളെ ഉപേക്ഷിക്കുന്നു, ദുർഭൂതങ്ങളെ ഞാൻ ഉപേക്ഷിക്കുന്നു, ദുർഭൂതങ്ങളെ ഉപേക്ഷിക്കുന്നു, ബാധകളും ബന്ധനങ്ങളെ ഞാൻ ഉപേക്ഷിക്കുന്നു, ബന്ധനങ്ങളെ ഉപേക്ഷിക്കുന്നു. യേശുക്രിസ്തുവിനെ എൻ്റെ കർത്താവും എൻ്റെ കർത്താവും രക്ഷിതാവുമായി എൻ്റെ രക്ഷിതാവുമായി സ്വീകരിക്കുന്നു. യേശുവിനെ സ്വീകരിക്കുന്നു. ഞാൻ യേശുവിനെ സ്വീകരിക്കുന്നു. ഞാൻ യേശുവിനെ സ്വീകരിക്കുന്നു. യേശുവേ, മനസ്സിലെയ്യണമേ, എന്നോട് മനസ്സിലെയ്യണമേ, കരുത്തിൽ കയറി പിടിക്കണമേ. ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട പിതാവേ, സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, അതിമനോഹരമായ സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, നിന്നെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിൻ്റെ ഈ മക്കളുടെ കൈകളിലോട് കയറി പിടിച്ചതിനായി നന്ദിയോടെ സ്തോത്രം. അപ്പോൾ ഈ മക്കളോട് അനുഗ്രഹിച്ചതിനായി നന്ദിയോടെ സ്തോത്രം. നിന്നാപാത്രങ്ങളെ മാനപാത്രങ്ങളാക്കി മാറ്റിയ കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം. കോപപാത്രങ്ങളെ കരുണാപാത്രങ്ങളാക്കി തീർത്ത് മനോഹരമായ കൃപയ്ക്കായി സ്തോത്രം. അപ്പോൾ ആ രക്ഷയുടെ പാനപാത്രം ഞങ്ങളുടെ കയ്യിലേക്ക് തന്നതിനായി സ്തോത്രം. ഈ രക്ഷയുടെ ദൂത് വഹിച്ചുകൊണ്ട് ഞങ്ങൾ ഓടട്ടെ കർത്താവേ. ഈ രക്ഷയുടെ സന്ദേശം വഹിച്ചുകൊണ്ട് ഞങ്ങൾ നാടാകെ ഓടി പടരട്ടെ കർത്താവേ. അവിടുന്ന് നാം മഹത്വപ്പെടുത്തണമേ, ഞങ്ങളെ തൃക്കൈയിൽ എടുക്കണമേ, ഈ ജനത്തെ അനുഗ്രഹിക്കണമേ, എല്ലാവരെയും അവിടുത്തെ രണ്ടാമത്തെ വരവിന് വേണ്ടി ഒരുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ മഹത്വമേറിയ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമീൻ.